നേതൃത്വത്തിലുള്ള പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ ഗാന്ധിയനും ഞങ്ങളുടെ നിലമ്പൂർ നിയോജക മണ്ഡലത്തിന്റെ MLA ആയി ഇരിക്കുകയും പാർട്ടിയുടെ ആവശ്യപ്രകാരം MLA സ്ഥാനം രാജിവെക്കുകയും എന്നാൽ പാർട്ടി അദ്ദേഹത്തെ മാനിച്ചുകൊണ്ട് MP ആക്കുകയും ചെയ്ത ബഹുമാനപ്പെട്ട ഞങ്ങളുടെ കാരണവർ ഹരിദാസേട്ടനെ അടക്കം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതിലൊക്കെ ഉപരിയായി ഭൂരിപക്ഷത്തോടെ എല്ലാവരെയും ബഹുമാനപ്പെട്ട MLA-മാർ, MP-മാർ, പാർട്ടി നേതാക്കന്മാർ, മുന്നണി നേതാക്കന്മാർ, മഹിളാ നേതാക്കന്മാർ, അതിലൊക്കെ ഉപരിയായി ബഹുമാന്യനായ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ്, നിങ്ങൾക്കറിയാം ഈ ജില്ലയിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ ശക്തിയും ആവേശവും ആണ് ശ്രീ ജോയ്ക്ക്. ആര്യാടൻ ഷൗക്കത്ത് എന്ന ഈ നാടിന്റെ പ്രിയപ്പെട്ട പുത്രനെ അദ്ദേഹത്തെ അഭിവാദ്യം ചെയ്യുന്നു. ഞാൻ ഒന്നും കൂട്ടിച്ചേർക്കാനോ കുറയ്ക്കാനോ ഇല്ല. ഇവിടെ നമ്മുടെ നേതാക്കള് പ്രേമനും അതേപോലെ തന്നെ ദേവരാജനും ഒക്കെ പറഞ്ഞു, ഈ ഗവൺമെന്റ് പിടിക്കാൻ ഐക്യജനാധിപത്യ മുന്നണിക്ക് അവസരം കിട്ടും. ഇന്ന് മനുഷ്യനെ ചവിട്ടിക്കൊന്നിട്ട് ആന കാവൽ നിൽക്കുമ്പോൾ അങ്ങോട്ട് തിരിഞ്ഞു നോക്കാനാവാത്തൊരു വനം വകുപ്പാണ് ഈ ആദിവാസി മേഖലയിൽ ഇവിടെ നിലമ്പൂരിലുള്ളത്. മുഴുവൻ ക്ഷേമനിധികളെയും സഹകരണ സംഘങ്ങൾ ഊർദ്ധശ്വാസം വലിക്കുകയാണ്. പഞ്ചായത്ത് രാജ് നമ്മുടെ സ്ഥാനാർത്ഥി തകർത്തു, പ്ലാനിംഗ് മുഴുവൻ തകർത്തു, പഞ്ചായത്ത് രാജ് തകർത്തു, ക്ഷേമനിധികൾ തകർത്തു, ആശുപത്രികൾ നോക്കുകുത്തികളാക്കി, വനം വകുപ്പിനെ കയറൂരി വിട്ട് കാട്ടാനയെ വിട്ട് മനുഷ്യനെ ചവിട്ടി അരയ്ക്കുകയാണ് ഈ ഗവൺമെന്റ്. അതുകൊണ്ട് ഈ ഗവൺമെന്റിനെ ഞാൻ അവസാനിപ്പിക്കുന്നു, ഒന്നുകൂടെ ആവർത്തിക്കുകയാണ്. നിലമ്പൂരിന്റെ കാട്ടിൽ നിന്ന് അറബിക്കടലിന്റെ ആഴങ്ങളിലേക്ക് പിണറായി വിജയൻ ഗവൺമെന്റിനെ വലിച്ചെറിയണം. അതിനുള്ള ആഹ്വാനമായിരിക്കും നിങ്ങൾ നൽകുന്നത്. അതിനുവേണ്ടി തയ്യാറെടുത്ത് നിൽക്കുകയാണ് നിലമ്പൂർ, തറ്റെടുത്ത് നിൽക്കുകയാണ് നിലമ്പൂർ. ഇവിടെ ഞങ്ങൾ കമ്മിറ്റികളെല്ലാം കൂടിയപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് 263 ബൂത്തുകളും എണ്ണയിട്ട യന്ത്രം പോലെ ചലിച്ചു കഴിഞ്ഞു. ഈ നിലമ്പൂരിൽ ചലിപ്പിക്കണം എന്നല്ല, ചലിച്ചു കഴിഞ്ഞു. എത്രയാ പ്രിയങ്കാജിക്ക് നിങ്ങൾ കൊടുത്ത ഭൂരിപക്ഷം? ഞാൻ മനസ്സിലാക്കുന്ന 60,000 വോട്ടിൽ. ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത് തൊട്ട് ഐക്യ ജനാധിപത്യ മുന്നണിയിലെ PK കുഞ്ഞാലിക്കുട്ടി സാഹിബ് അവരെ ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുക. അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറിയും ആ പാർട്ടി നേതൃത്വം കൊടുക്കുന്ന ഐക്യ ജനാധിപത്യ മുന്നണിയെയും ചലിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നിയോഗം ലഭ്യമായ കേരളത്തിലെ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അനിഷേധ്യനായ പ്രസിഡന്റ് ശ്രീ സണ്ണി ജോസഫ് അവരെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒരു നിയോഗം എന്നോണം വർക്കിംഗ് പ്രസിഡന്റാണ്. അതിലുപരിയായി ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രഖ്യാപനത്തിലല്ല, നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ എല്ലാവരെയും ഓർമ്മ മുഖമറിയുമെങ്കിലും പേരറിയാത്ത ഒരു ചെറിയ തപ്പിത്തടന്ന് ചിലപ്പോൾ വരാറുണ്ട്. ക്ഷമിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് യോഗ നടപടികൾ ജനപ്പിക്കുന്നതിന് വേണ്ടി പ്രിയങ്കരനായ ഇക്ബാൽ മുണ്ടേരി അവരെ വിനയപുരസ്സരം ക്ഷണിക്കുന്നു. ഇക്ബാൽ അവരെ സാദരം ക്ഷണിച്ചു. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയും പാർലമെന്ററി പാർട്ടി പ്രതിപക്ഷ ഉപനേതാവും അതിലെല്ലാം ഉപരിയായി ഐക്യജനാധിപത്യ മുന്നണി രാഷ്ട്രീയത്തിൻ്റെ കെട്ടുറപ്പിൻ്റെ മുന്നിൽ ഏറ്റവും ശക്തിയായ അടിത്തറയായി നിൽക്കുന്ന പ്രിയങ്കരനായ PK കുഞ്ഞാലിക്കുട്ടി സാഹിബ്, പ്രിയപ്പെട്ട അധ്യക്ഷൻ, ബഹുമാനായ ഉദ്ഘാടകൻ ശ്രീ KC വേണുഗോപാൽ, പ്രതിപക്ഷ നേതാവ്, പ്രതിപക്ഷ ഉപനേതാവ്, AICC ജനറൽ സെക്രട്ടറി, കുഞ്ഞാലിക്കുട്ടി സാഹിബ് നടത്തിയത് ഒരു ഇലക്ഷൻ വിധി പ്രഖ്യാപനമാണ്. നിലമ്പൂരിനെ നന്നായിട്ട് അറിയുന്ന, മലപ്പുറത്തെ നന്നായിട്ട് അറിയുന്ന, സ്നേഹിക്കുന്ന കേരള രാഷ്ട്രീയത്തിൽ ലീഡർ ശ്രീ K കരുണാകരൻ, ബഹുമാനായ ശ്രീ AK ആന്റണി, പ്രിയപ്പെട്ട ശ്രീ ഉമ്മൻചാണ്ടി സാർ, ഇവരോടൊപ്പം ഐക്യ ജനാധിപത്യ മുന്നണിയെ ശക്തിപ്പെടുത്തിയ കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ വാക്കുകൾ നമുക്ക് പൂർണ്ണമായും വിശ്വസിക്കാം. മലപ്പുറത്തെ അദ്ദേഹം മനസ്സിലാക്കിയിട്ടുണ്ട്. Kunnalikutti ji said that this is semi-final. I will say this is quarter-final. Next will be the local body, which will be the semi-final, and the final will be on 2026.
ശ്രീ K കുഞ്ഞാലിക്കുട്ടി ഇവിടെ സൂചിപ്പിച്ചതുപോലെ ആര്യാടൻ ഷൗക്കത്ത് ഏറ്റവും വലിയ ഭൂരിപക്ഷത്തോടുകൂടി ഈ നിലമ്പൂർ നിയോജകമണ്ഡലത്തിൽ നിന്ന് വിജയം കൈവരിക്കുവാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പുമായി നിൽക്കുന്നു. അതിന് നിങ്ങളുടെ സഹായങ്ങൾ, നിങ്ങളുടെ അനുഗ്രഹങ്ങൾ, നിങ്ങളുടെ പ്രാർത്ഥനകൾ എപ്പോഴും ഉണ്ടാകണമെന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. പിന്നെ പ്രിയപ്പെട്ട കുഞ്ഞാലിക്കുട്ടി സാഹിബ് വിളമ്പി വെച്ചതൊരു മധുരപായസമാണ്. അത് വിജയിച്ച ശേഷം കഴിക്കാനുള്ള ലഡുവിൻ്റെ മാധുര്യമുള്ള ദൈവേച്ഛയാൽ, അങ്ങനെ പറയും, നമ്മൾ അതിര് കടന്നൊന്നും പറയൂല. ദൈവേച്ഛയാൽ, ജനപിന്തുണയാൽ, കാരണം തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നേ ഉള്ളൂ. ഒന്നിനൊന്ന് മികവുറ്റ വാക്കുകളാണ്. ഈ പോരാട്ടം ഇവിടെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് എല്ലാവരും സൂചിപ്പിച്ചതുപോലെ കേരളത്തെ രക്ഷിക്കാൻ UDF. കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറഞ്ഞ പോലെ പ്രിയപ്പെട്ട മാധ്യമ പ്രവർത്തകരെ, ഇത് ഐക്യ ജനാധിപത്യ മുന്നണിയാണ്. പ്രിയങ്ക ഗാന്ധി കിട്ടിയ വോട്ട് കിട്ടൂല നമുക്കറിയാം. പക്ഷെ അതിനോട് കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറഞ്ഞ പോലെ അതിനോട് അടുപ്പിച്ച് നമുക്കൊന്ന് പിടിച്ചു നോക്കാം. ഒരു ഭരണമാറ്റത്തിന്, ഈ ജനവിരുദ്ധ കമ്മ്യൂണിസ്റ്റ് സർക്കാരിൻ്റെ ഭരണത്തിന് അവസാനമുണ്ടാക്കാനുള്ള ഒരു വലിയ ശ്രമത്തിന് നമ്മൾ ഇന്ന് തുടക്കം കുറിക്കുകയാണ്. ഐക്യ ജനാധിപത്യ മുന്നണിയെ ഞാൻ എപ്പോഴും പറയാറുള്ളത്, അത് ഒരുമിച്ച് കൊണ്ടുപോകാൻ, അത് കെട്ടുറപ്പോടെ മുന്നോട്ട് കൊണ്ടുപോകാൻ, അതിനെ നയിക്കാൻ എന്നും മുൻപിലുണ്ടാവുന്ന നമ്മുടെ പ്രതീക്ഷയായ എന്നത്തെയും മലപ്പുറത്ത് എന്ത് പ്രശ്നമുണ്ടായാലും അവസാനം തീരുന്നത് കുഞ്ഞാപ്പയും കുഞ്ഞാക്കയും കൂടി ഒന്നിരുന്നാലാണ്. ആ കുഞ്ഞാപ്പയാണ്, കുഞ്ഞാലിക്കുട്ടി സാഹിബാണ് ഇവിടെ വേദിയിലിരിക്കുന്നത്.